എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് 7500 കോടി രൂപയുടെ അധിക ഭാരമാണ് അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് വർധനയോടുകൂടി നടപ്പാക്കിയിരിക്കുന്നത്. ഈ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ച നടപടി പിൻവലിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളെ ഷോക്ക് അടിപ്പിക്കുകയാണ്. 4 രൂപ 29 പൈസയ്ക്ക് കേരളത്തിൽ 2041 വരെ ലഭിക്കുമായിരുന്ന ഒരു ദീർഘകാല കരാർ പിൻവലിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അദാനി, ജിൻഡാൽ തുടങ്ങിയിട്ടുള്ള കമ്പനികൾക്ക് 10 മുതൽ 14 രൂപ വരെ ഒരു യൂണിറ്റിന് കരാർ ഉറപ്പിച്ച ഈ ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇത് വലിയ അഴിമതിയാണ്. ഈ അഴിമതിയെ പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഒപ്പുവെച്ച ദീർഘകാല കരാർ എങ്ങനെയാണ് റദ്ദാക്കിയത്? എന്തിനാണ് റദ്ദാക്കിയത്? AK ബാലൻ പോലും അംഗീകരിക്കാത്ത ഈ നിലപാട് എങ്ങനെ ഗവൺമെൻറ് സ്വീകരിച്ചു? ഇപ്പോൾ 16 രൂപ നമ്മുടെ എല്ലാം തലയിൽ ഒരു യൂണിറ്റിന് അടിച്ചേൽപ്പിക്കുകയാണ്. ജനുവരി മാസമായാൽ 12 രൂപ വീണ്ടും വർദ്ധിക്കുകയാണ്. എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ്. എങ്ങനെ നഷ്ടം ഉണ്ടാകാതിരിക്കും? 2041 വരെ 4 രൂപ 29 പൈസയ്ക്ക് ലഭിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി ഇന്ന് 14 രൂപയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് CPMൻ്റെ അഴിമതിയാണ്. CPMന് എന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കറവ പശുവാണ്. ലാവ്ലിൻ മുതൽ ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാരം മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളുടെ തലയിൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണം. മാത്രവുമല്ല, ഇപ്പം തന്നെ ഞാൻ ഇന്നലെ വേറൊരു കാര്യം ഉന്നയിച്ചിരുന്നു. സ്വകാര്യ കമ്പനികളോട് വലിയ താല്പര്യമാണ് ഇന്നത്തെ ഗവൺമെൻറ്റിന്. നയനാർ ഗവൺമെൻറ് കാലത്ത് കാർബറാണ്ടം അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കാർബറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് നൽകിയ 30 വർഷത്തെ BOT ഇടപാടും ഈ ഡിസംബർ 30 അവസാനിക്കുകയാണ്. ഡിസംബർ 30 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർബറാണ്ടം പദ്ധതി തിരികെ ഗവൺമെൻറ്റിലേക്ക് വരേണ്ടതാണ്, ബോർഡിലേക്ക് വരേണ്ടതാണ്. അവർക്ക് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള ഗവൺമെൻറ് തീരുമാനം എത്രമാത്രം ജനവഞ്ചനയാണ്. വ്യവസായ മന്ത്രി ഇന്ന് വ്യവസായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം ആരിവിടെ സംരക്ഷിക്കും? കഴിഞ്ഞ 30 വർഷക്കാലം കേരളത്തിൽ ഒരു സ്വകാര്യ ജലവൈദ്യുത പദ്ധതി 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്യുകയാണ്. ഇപ്പോൾ അതിൻ്റെ കാലം അവരെ BOTയുടെ കാലം, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അതാണ് ഈ പദ്ധതി. ഈ BOT പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും അടുത്ത 25 വർഷം കൂടി ഇവർക്ക് നൽകാനുള്ള തീരുമാനം ഏറ്റവും വലിയ ജനവഞ്ചനയാണ്. നമ്മൾ വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ ഇത് കൊടുക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയാണ്. തന്നെയുമല്ല, അവർ ധാരാളം വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനം റദ്ദാക്കണം. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടതാണ്. വൈദ്യുതി മന്ത്രി ഇത്രയും ദിവസമായിട്ട് ഒരു അക്ഷരം ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. കേരളത്തിനൊരു വൈദ്യുതി മന്ത്രി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും ദീർഘകാല കരാർ റദ്ദാക്കി കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ വൈദ്യുതി നിരക്ക് ഏർപ്പെടുത്തി ഷോക്കടിപ്പിച്ച് കൊല്ലുന്ന ഒരു മന്ത്രി എന്തിനാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. കാർബറാണ്ടം യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളിമാരുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് CPM നടത്തുന്നത്. ഇത് അഴിമതിയാണ്. അതുകൊണ്ട് ഈ കരാർ നീട്ടിക്കൊടുക്കാനുള്ള BOT കരാർ നീട്ടുവാനുള്ള തീരുമാനം റദ്ദ് ചെയ്യണം. ഇതൊക്കെ ജനകീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഈ ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ഇപ്പം ഭരണം അവസാനിക്കാൻ 15 മാസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കടുംവെട്ട് വെട്ടുകയാണ് ഈ സർക്കാർ. അതിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. 16-ാം തീയതി കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസുകളിലേക്ക്
ഞങ്ങൾ സമരപരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആധുനിക ഘടനയായി കോൺഗ്രസ് മാറിയ മുതിർന്ന നേതാവ് ജയറാമിന്റെ ദിവസങ്ങളാണ് പുനഃസംഘടന വരുന്നു. ജില്ലയിൽ ഒരു നേതൃത്വമില്ല, ചേലക്കരയിൽ അങ്ങനെ ഒരുപാട് സംഘടന. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട DCCയുടെ പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മായി ബന്ധപ്പെട്ട നേതൃത്വം ഞാനല്ല ചെയ്യേണ്ടത്, നേതൃത്വം അതുമായി ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കും തീരുമാനം ഉണ്ടാകും.